കലീഷയുടെ കാര്യം എന്തായി കാണുമെന്ന് ലൂക്കും ഏവറിയും സംസാരിച്ചിരിക്കുന്ന ഡൈനിങ് റൂമിലേക്ക് പുതിയ കുട്ടികളെത്തുമ്പോൾ ഇത്തവണ ഒരു പ്രത്യേകത എന്നുള്ളത് ഇരട്ടകളാണ്. സ്റ്റീഫൻ കിങ്ങിന്റെ ദ ഷൈനിങ്ങിലെ പോലെ രണ്ട് പെൺകുട്ടികൾ, ഗ്രെറ്റയും ഗരുഡയും. ഇതിനു മുന്നേ ഇവിടേക്ക് ട്വിൻസ് എത്തിയിട്ടുള്ളത് 3 വർഷം മുൻപാണ്. ട്വിൻസ് ആകുമ്പോൾ അവർക്ക് അവരുടെ എബിലിറ്റി ആംപ്ലിഫൈ ചെയ്ത് കഴിവിരട്ടിയാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് 6Bയും ഹെൻഡ്രിക്സും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഗ്രെറ്റയ്ക്കും ഗരുഡയ്ക്കും അവർ മരിച്ചുവെന്നാണ് സംശയം. ജോർജും നിക്കിയും മറ്റു രണ്ടുപേരും ചേർന്ന് ഇവരെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും തട്ടിക്കൊണ്ട് വന്നതാണെന്നൊക്കെ സംസാരിച്ച് നിൽക്കെ മറ്റൊരു പുതിയ പയ്യൻ ഹാരി, അവൻ അവിടേക്ക് അതിശയത്തോടെ കടന്നെത്തി ഞാൻ എവിടെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നല്ല അഗ്രസീവായി പെരുമാറുന്നു. ഏവറി തെല്ലുമാറ്റിയൊക്കെ നിൽക്കുന്ന അവനെ നിക്കി നമ്മളെല്ലാം ഒരുപോലെ പെട്ടുപോയവരാണെന്ന് പറഞ്ഞ് മാക്സിമം ശാന്തമാക്കാൻ ശ്രമിക്കവേ സ്റ്റാക്ക് ഹൗസ് അവൻ വയലന്റായി നിൽക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ ഒരുങ്ങുന്നതും 6B തടയുന്നു. കുട്ടികൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറുമെന്ന് നോക്കാം. ഇടഞ്ഞു നിൽക്കുന്ന ഹാരി നിക്കിയുമായി കോർക്കാൻ തുടങ്ങുന്നതും ജോർജ് അവന്റെ ഫുഡ് ട്രേ വെച്ച് അവനെ വീഴ്ത്തുന്നു. മുഖമടിച്ച് വീഴുന്നതിനെ തുടർന്ന് അവന്റെ വെപ്രാളം ദേഷ്യവും കുറച്ചൊന്ന് അയഞ്ഞു നിൽക്കെ അവന് പെട്ടെന്ന് ഛർദ്ദിക്കണമെന്ന് പറയുന്നതിനെ തുടർന്ന് ബാക്കിയുള്ളവർ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതോടെ ഹാരി അത്യാവശ്യം ശാന്തമാവുമ്പോഴേക്കും ലൂക്കും നിക്കിയൊക്കെ എന്തെങ്കിലും മോശം പറയുന്നതിന് മുന്നേ തന്റെ അടുക്കലേക്ക് എത്തിക്കാൻ 6B സ്റ്റാക്ക് ഹൗസിനെ പറഞ്ഞുവിട്ട് അയാൾ എത്തുമ്പോൾ ഇതൊക്കെ ആരാ, ഞാൻ വരില്ലെന്ന് നിൽക്കുന്ന ഹാരിയോട് ലൂക്ക് ഫുട്ബോളിൽ നൽകുന്ന ഉപദേശം ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനുള്ളത്. അത് ലൂക്ക് അവനോട് പറയുന്നതോടെ അതിശയത്തോടെ കുറച്ച് റിലാക്സ്ഡായി പോകുന്നു. ഇപ്പോൾ നടന്നതിന് കാരണം മറ്റൊന്നുമല്ല, ഹാരിയുടെ മനസ്സിലുള്ള കാര്യം ലൂക്ക് മനസ്സിലാക്കി അവനോട് പറഞ്ഞതാണ്. അതായത് ലൂക്കിന് ടെലിപതിക് പവറുകളും പുഷ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സ്റ്റാക്ക് ഹൗസ് പോയതിന് തൊട്ടു പിറകെ ഏവറിയും നിക്കിയും ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കെ അവൻ ഈ പുതിയ കഴിവ് ഒളിക്കുന്നത് മുകളിലുള്ളവർ ആരും അറിയാതിരിക്കാനാണ്. അതാവുമ്പോൾ ഐറിസും കലീഷയും ഒക്കെ പോയ ബാക്ക് ഹാഫിലേക്ക് പോകാതെ ഇവിടെ തന്നെ നിൽക്കാലോ എന്ന ആശയത്തിൽ. അപ്പോൾ ഹെൻഡ്രിക്സ് മുമ്പ് ലൂക്കിനെ കൊണ്ട് ചെയ്ത ആ ടെസ്റ്റിന് ഫലം കണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 6B ഇൻസ്റ്റിറ്റ്യൂട്ട് വിടുന്നത് നോക്കിയിരുന്നിട്ട് ഹെൻഡ്രിക്സ് രഹസ്യമായി ലൂക്കിനെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുകയാണ്. അതും ഒരു ഇൻസൈൻ ടെസ്റ്റ്. എല്ലാവർക്കും ഫ്രണ്ട് ഹാഫിൽ ഒടുവിലായി ചെയ്യുന്ന ഡ്രീം ബോക്സ് ടെസ്റ്റ്. അതിപ്പോൾ ചെയ്യിക്കുന്നത് തീർച്ചയായും സ്റ്റാക്ക് ഹൗസ് കൂടി ചേർന്നുകൊണ്ടാണ് PC ട്രാക്കിങ്ങിന്റെ പ്രോഗ്രസിന് വേണ്ടി. ടോണിയും ഇതിൽ ഉണ്ടെന്നിരിക്കെ അയാൾ അവനെ ടെസ്റ്റിംഗ് റൂമിൽ കയറ്റി ഒരു ചെയറിലായി കിടത്തി ഹെഡ്സെറ്റും മറ്റും സെറ്റ് ചെയ്ത് 4 ചുമരിലായി അവ്യക്തമായി മുമ്പ് കണ്ട പോലെ പ്രൊജക്ട് ചെയ്തിട്ട് ഇട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഇതിനിടയ്ക്ക് അവൻ ചോദിക്കുന്നുമുണ്ട് ഇത് അടുത്ത വീക്കിലേക്ക് ചെയ്യേണ്ടിയിരുന്ന ലാസ്റ്റ് ടെസ്റ്റ് അല്ലേ എന്ന്. എന്നാൽ വലിയ ഗൗരവമുള്ള റെസ്പോൺസ് ഒന്നും ഹെൻഡ്രിക്സിൽ നിന്നില്ല. നിക്കി പറഞ്ഞ പോലെ അവന്റെ ജീവിതത്തിലെ മറക്കാത്ത ദുരനുഭവങ്ങളൊക്കെ ഒരു സിനിമ പോലെ കാണുകയാണ്. ആ ചെയറിലിരുന്ന് കറങ്ങിക്കൊണ്ട് കണ്ണ് ഓപ്പറേഷനും വീട് കത്തിയിരിക്കുന്നതും കാക്ക പറന്നു വന്നിടിച്ച് പൊട്ടിച്ചേർന്നുമല്ല. അങ്ങനെ അവശനെ അവനെ തിരികെ റൂമിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ എത്തുന്ന ഐവറിക്ക് പറയാനുള്ളത് ചെക്കനൊടുവിൽ കലീഷയെ ബ്ലാക്ക് ഹാഫിൽ ലൊക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടിയിരിക്കുകയാണ്. ഡോട്ട് ടെസ്റ്റും മറ്റും നടത്തി വന്നതിൻ്റെയാണ് ഐവറിക്കുണ്ടായ പ്രോഗ്രസ്. അങ്ങനെ കൈകോർത്ത് പിടിച്ച് ഇരുവരുടെയും കോൺഷ്യസ്നെസ്സിൽ കലീഷയെ പ്രൊജക്ട് ചെയ്യുന്നതോടെ അവൾക്കും ഇവരെ കാണാൻ കഴിയുന്നു. മൂവർക്കും വലിയ സന്തോഷവും ആശ്വാസവും. തീർച്ചയായും അവർ പരസ്പരം അടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നത് അവരുടെ ഉള്ളിലാണ്. പുറമെ നോക്കിയാൽ ഏവറിയും ലൂക്കും അവന്റെ റൂമിൽ, കലീഷ ഒന്നും മിണ്ടാതെ തന്നെ വെറുതെ ഹോളിലൂടെ ചുമ്മാ നടക്കുന്നു. പക്ഷെ അവളുടെ മൈൻഡിൽ ഇരുവരുമായിട്ടുള്ള ഇൻട്രാക്ഷനും. അങ്ങനെ അവരുടെ TP പവർ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വഴി ബാക്ക് ഹാഫിൽ അവൾ എങ്ങനെ പോകുന്നു, എന്താ കഴിക്കുന്നത്, എന്താ വലിക്കുന്നത്, എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തുന്നത് എന്നൊക്കെ ചോദിച്ചറിയുന്നു. ടെസ്റ്റുകളൊന്നും അവിടെ ഇല്ല. ഒരു ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ ഡോക്ടർമാർ ചെയ്യുന്ന എന്തൊക്കെയോ പരിശോധനകൾ പോലുള്ള ഒരു മൂവി ഷോട്ട് അവളെ കാണിച്ചതായി പറയുന്നു. ഒരു ഡോക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ. അതിപ്പോൾ നമ്മളെ എടുത്ത് കാണിക്കാത്തതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നൊന്നും വ്യക്തമല്ല. മേ ബി ലൂക്കിൻ്റെയോ മറ്റാരുടെയോ അവസരത്തിൽ കാണാൻ കഴിഞ്ഞേക്കും. ഫ്രണ്ട് ഹാഫിനെ അപേക്ഷിച്ച് അവിടെയുള്ള കുട്ടികൾക്കെല്ലാം യൂണിഫോം പോലുള്ള ഡ്രസ് കോഡാണ്. കലീഷ അങ്ങനെ നടക്കുന്ന വഴി ഐറിസിനെയും ഇവർ കാണുന്നു. അവളപ്പോൾ ജീവനോടെ ഉണ്ട്, എന്നാൽ സിഗരറ്റിനെ വിളിച്ച് എന്തോ മിസ്സിംഗ് എന്ന പോലെ ഒരവസ്ഥയിലാണ്. കലീഷ അടുത്ത് വന്നിരിക്കുമ്പോൾ ഐറിസ് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ കൂടെ ആരാന്ന്. എന്നാൽ ഒന്ന് നോക്കിയിട്ട് സോറി പറഞ്ഞിരിക്കുമ്പോൾ സംഭവം കലീഷയുടെ ഏവറിയും ലൂക്കും മൊത്തമുള്ള മൈൻഡ് പ്രൊജക്ഷൻ ഐറിസിന് അറിയില്ലെങ്കിലും എന്തോ ഒരു ഫീലിംഗ് അവൾക്കുണ്ടായിട്ടുണ്ട്, ഒരു ക്ഷണത്തിലോ മറ്റോ. എനിക്ക് തോന്നുന്നു സ്ട്രോങ് TP ഉള്ളവർക്ക് മറ്റുള്ളവരുടെ ഇതുപോലുള്ള ഇൻട്രാക്ഷൻസും പ്രൊജക്ഷൻസും ഒക്കെ കാണാൻ കഴിയുമെന്ന്. ഐറിസ് ഇപ്പോൾ വീക്കായിരിക്കുന്നത് കൊണ്ടായിരിക്കാം ജസ്റ്റ് ഒരു തോന്നൽ പോലെ അനുഭവപ്പെട്ടത്. ഏവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പോലെ നേരിയ ഹമ്മിങ് ശബ്ദം, നമ്മൾ മുമ്പ് കണ്ട പോലെ ആ ശബ്ദവീചികൾ കേൾക്കുമ്പോൾ അതെവിടെ നിന്നാണെന്ന് ചോദിച്ചങ്ങനെ നടക്കവേ മറ്റിരുവർക്കും അത് തോന്നുന്നത് അവിടെയുള്ള ഒരു റൂമിനടുത്ത് എത്തുമ്പോഴാണ്. റിക്കവറി റൂം. അതിനകത്ത് നിന്നാണ് ആ ഹം കേൾക്കുന്നത്. പേര് പോലെ കുട്ടികളുടെ റിക്കവറിക്ക് വേണ്ടിയുള്ള റൂമാണെന്ന് തോന്നുന്നില്ല. മറിച്ച് ചിലപ്പോൾ അതിനകത്തുള്ളവർക്ക് ഇപ്പോൾ ഇവർ ചെയ്യുന്ന പോലെ ഒരു TP പ്രൊജക്ഷനോ സമ്പർക്കമോ ഒന്നും ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു വിദ്യ പോലെയാണ് ഈ ഹമ്മിങ് ശബ്ദമെന്ന് തോന്നുന്നത്. ആനി മദ്യം ഓവറായി കഴിച്ച് മരണപ്പെട്ടതല്ലെന്ന് ടീം സ്റ്റേഷനിൽ ചീഫ് ജോണിനോടും വെൻഡിയോടും ഡ്രൂവിനോടുമായി ആവുന്നത്ര പറഞ്ഞു നോക്കുന്നതിലും അവർക്ക് ഇക്കാര്യത്തിൽ വലിയ താല്പര്യം ജനിക്കാത്തതിന്റെ റീസൺ ആനിയുടെ അരക്കിറുക്കുകളും വെളിവില്ലാത്തപ്പോഴുള്ള ജീവിതമൊക്കെ ഇവർ കുറേയായി കാണുന്നതാണ്. ഇന്നലെ വന്ന ടിമ്മിന് ഇവരെക്കുറിച്ച് എന്തറിയാനാണ്? അതുകൊണ്ട് തന്നെ ടിമ്മിന്റെ തിയറികൾ അവർ മുളയിലെ നുള്ളിക്കളയുന്നു. ടിം ജോണിനോട് ഒരു ടോക്സിക്കോളജി റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നെങ്കിലും അതൊക്കെ കുറിച്ച് മെനക്കേടുള്ള പണിയാണ്. മാത്രമല്ല ചെലവുമുണ്ട്. ആനിയെപ്പോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടന്നവരിലേക്ക് അത്ര അങ്ങോട്ട് തലയിടാൻ അവർ ഉദ്ദേശിക്കുന്നുമില്ല. ആദ്യമേ ഒരു വെടിവയ്പും ഒരാൾക്ക് ഗുരുതര പരിക്കും, തൊട്ടടുത്ത് ആനിയുടെ മരണവും.
ടിമ്മിന് തീർച്ചയായും ഇതൊക്കെ ഒരു സ്ട്രെസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ആ രാത്രി ഒരു ഓഫ് എടുക്കാൻ ജോൺ നിർദ്ദേശിക്കുന്നെങ്കിലും ടിം അത് വേണ്ടെന്ന് പറഞ്ഞ് നീരസത്തോടെ ഒന്ന് കൂളാവാൻ പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോഴാണ് വെൻഡി അവിടേക്ക് എത്തുന്നത്. അയാളുടെ നിസ്സഹായതയിലും ആനിയയുടെ മരണത്തെക്കുറിച്ച് തെളിയിക്കാൻ കഴിയാത്തതിലും വെൻഡി സോറി പറഞ്ഞ് സംസാരിക്കുന്നതിലൂടെ വെളിവാകുന്നത് അവൾക്ക് ടിമ്മിനെ സഹായിക്കാൻ താല്പര്യമുണ്ട്, ഒഫീഷ്യലായി അല്ലെങ്കിലും. ടിം ഒരു നോ പ്രോബ്ലം നന്ദി അറിയിച്ച് അങ്ങനെ ആനി താമസിച്ചിരുന്ന ആ ടെന്റിലേക്ക് ചെല്ലുന്നു. അതാരെങ്കിലും വന്ന് ആക്രിയാക്കും മുന്നേ. അയാൾ അതിൽ കയറി ഒന്ന് പരതുന്ന വഴി കണ്ടെത്തുന്ന ഒരു ഡ്രിങ്ക്സിന്റെ എംറ്റി ക്യാൻ സംശയങ്ങൾ ശക്തമാക്കുന്നത് എങ്ങനെയെന്നാൽ ആനിയെ ലിപ്സ്റ്റിക് ഇടാതെ കണ്ടിട്ടില്ല, അതും നല്ല എറിക്കുന്ന ഷെയ്ഡുള്ള കളറും. ആ ക്യാനിൽ അവർ കുടിച്ചപ്പോൾ ഉണ്ടായ ലിപ്സ്റ്റിക് സ്റ്റെയിൻ കാണാം. എന്നാൽ ആ മദ്യക്കുപ്പിയിൽ അതില്ല താനും. നമ്മുടെ ഇവിടുത്തെ അടപ്പ് തോർന്ന് ഗ്ലാസ്സിലൊഴിച്ച് അതിൽ വെള്ളമൊഴിച്ച് അടിക്കുന്ന പതിവൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവരൊക്കെ പലപ്പോഴും കുപ്പിയിൽ നിന്ന് ഡയറക്റ്റും കുടിക്കത്തേ ഉള്ളൂ. എന്നാൽ ആ കുപ്പിയിൽ ലിപ്സ്റ്റിക്കിന്റെ ഒരു പാടുമില്ല താനും. അങ്ങനെ ഇതൊരു സാധാരണ മരണമല്ലെന്നുള്ളത് ശക്തിപ്പെടുന്ന ടിമ്മിന് ലഭിക്കുന്ന മറ്റു 2 കാര്യങ്ങൾ. അന്നത്തെ ആ കുട്ടികളുടെ ആക്സിഡന്റ് അല്ലേ, സോയും സുഹൃത്തുക്കളും കോറിയിലെ റെഡ് സ്റ്റെപ്സിൽ മുങ്ങി മരണപ്പെട്ടത്. അതിന്റെ പേപ്പർ കട്ടിങ്സും പേന വെച്ച് വരച്ചിട്ടുള്ള റെഡ് സ്റ്റെപ്സിന്റെ ഒരു ജോഗ്രഫി മാപ്പും. കുപ്പികളുമായി ടിം വെൻഡിക്കടുത്തേക്ക് എത്തി ലിപ്സ്റ്റിക് കാര്യം സംസാരിക്കുമ്പോൾ വെൻഡിക്കും അത് മനസ്സിലാക്കാനാകും. കാരണം അവളും ആനിയെ ലിപ്സ്റ്റിക് ഇല്ലാതെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ആനിയൊക്കെ കൊല്ലാൻ നോക്കുന്നത് ആരായിരിക്കും, എന്തിനായിരിക്കുമെന്ന് അവൾക്കും തലചൊറിച്ചിൽ. ടിം എന്നിട്ട് ആ പ്ലെയിൻ അപകടം ടിവിയിലൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ആനി തന്നോട് പറഞ്ഞെന്ന് പറയുമ്പോൾ വെൻഡിക്ക് അത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് യുക്തിവിരുദ്ധമാണെന്ന് നിൽക്കെ ടിം ടോപ്പിക്ക് മാറ്റി മുങ്ങി മരണപ്പെട്ടതിന്റെ കാര്യങ്ങൾ എടുത്തിട്ട് അന്നത്തെ ആ മരിച്ചവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് ചോദിക്കേ വെൻഡിക്ക് അവരെ ആരെയും പേഴ്സണലി പരിചയമില്ലെങ്കിലും അവളുടെ പണ്ടത്തെ സ്കൂൾ ഇയർ ബുക്ക് എടുത്തു കാട്ടുന്നു. അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ആ ബുക്കിലുണ്ട്, കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിലുകൾ. വെൻഡി ടിമ്മുമൊത്ത് ഒരു നല്ല ടേംസ് ഉണ്ടായി വരുന്നതായി ഇവിടെയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. മരിച്ചവരെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷണം നടത്താൻ വെൻഡിയുടെ വണ്ടി ചോദിക്കുമ്പോൾ അവൾക്ക് എതിർപ്പൊന്നുമില്ല. അങ്ങനെ പിന്നീട് അവളുടെ കാർ ഓടിച്ച് ടീം പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത ബോർഡ് വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിക്ക് അടുത്തേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം ഏകദേശം ക്ലിയർ ആക്കാവുന്നത് ഈ 2 പേരും ഒടുക്കം ഒന്നിക്കാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ ഒരാളെ മറ്റൊരാളെ ചതിക്കാനും. വെൻഡിയുടെ ആദ്യ ദിവസത്തെ പെരുമാറ്റവും പിന്നീട് അങ്ങോട്ടുള്ള ടിമ്മിനോടുള്ള പെരുമാറ്റവും പെട്ടെന്ന് മാറിയതായി നമ്മൾ കണ്ടതാണ്. മാത്രമല്ല വളരെ ദയാലുവായി ഇതുവരെ കാണിച്ചിരിക്കുന്ന ടിമ്മിന്റെ കാര്യത്തിലും ഒരു സംശയം ഫാൻസിന്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ടീംസിന് എന്താ തോന്നുന്നത്? മൊത്തത്തിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ ക്യാമറയുടെ നിരീക്ഷണത്തിലുള്ള സ്ഥലത്ത് 6B പോകുന്നത് നോക്കി ലൂക്കിന് അനധികൃത ടെസ്റ്റിന് ഹെൻഡ്രിക്സും കൂട്ടരും വിധേയമാക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല. 6B എന്തായാലും എപ്പോഴും ക്യാമറയിൽ തന്നെ ഇവരുടെ കാര്യങ്ങൾ നോക്കിയിരിക്കാൻ ഡൗട്ടോ സംശയമൊന്നുമില്ലല്ലോ, വേറെ എന്തൊക്കെ ജോലികൾ അവർക്ക് കാണും എന്ന വിശ്വാസത്തിലാണ്. എന്നാൽ 6B ഇവരുടെ ചുറ്റുകളികൾ കാണാൻ ഇടയായതായി അവരറിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലൂക്കിനെ ഡ്രീം ബോക്സിലേക്ക് അറിവോടെ അല്ലാതെ കയറ്റുന്നതൊക്കെ 6B കണ്ടെത്തി വിശ്വാസവഞ്ചന ഉറപ്പുവരുത്തുമ്പോൾ അടുത്ത നിമിഷം അവർ ചെന്ന് നിൽക്കുന്നത് കുട്ടികളുടെ അടുത്ത്. ഒരു പ്രോഗ്രസും ഇല്ലാതെ ചാടിക്കടക്കാനുള്ള പദ്ധതി സംസാരിച്ചിരിക്കുന്ന അവരെ തടസ്സപ്പെടുത്തി ലൂക്കിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ബാക്കിയുള്ളവർ അകത്തേക്ക് പോകവേ ഒരു സിഗരറ്റും കത്തിച്ച് ആ മഴയത്ത് നിന്നവർ അവനോട് എന്താണ് കഴിഞ്ഞ രാത്രി നടന്നതെന്ന് ചോദിച്ചു തുടങ്ങുന്നെങ്കിലും ലൂക്കിനെ നിക്കിയ പോലെ തന്നെ ഒരു പുച്ഛഭാവമാണ്. ടെസ്റ്റിംഗ് റൂമിൽ ക്യാമറ ഇല്ലെന്നുള്ള കാര്യം നിനക്കറിയാലോ എന്ന് തുടങ്ങി ഹെൻഡ്രിക്സും സ്റ്റാക്ക്ഹൗസും വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്ന കാര്യം 6B തുറന്നു വയ്ക്കുന്നെങ്കിലും ഇപ്പോൾ ഈ മഴയത്ത് ഇങ്ങനെ പുറത്തു വന്നിരുന്ന് തന്നോട് സംസാരിക്കുന്നത് കാണുന്ന ലൂക്കിനും അവർക്കെല്ലാവരും തമ്മിൽ എന്തോ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെന്നത് അവന് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു വീക്ക് ലിങ്കിനെ തപ്പി നടന്ന ലൂക്കിന് ഇപ്പോൾ ഒരവസരം കിട്ടുമ്പോൾ 6B ഒന്ന് ചഞ്ചലപ്പെടുത്താനെന്ന പോലെ അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ, അത് കഷ്ടമാണല്ലോ എന്നൊക്കെ പറയുന്നതിലും 6B നിനക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു പോകുന്നു. വേല ഇങ്ങോട്ട് ഇറക്കണ്ട എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനെ തിരികെ റൂമിലേക്ക് നടക്കുന്ന ലൂക്ക് കാണുന്നത് ടോണിയെയാണ്. വളരെ ആവശ്യമായിട്ടുള്ള ഹാരിയെ പിടിച്ചുകൊണ്ട് വരുന്നത്. അവൻ്റെ നടത്തിയ ടെസ്റ്റ് എത്രമാത്രം ഇൻറ്റൻസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. ലൂക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നെങ്കിലും ടോണിക്കൊന്നും പറയാൻ സൗകര്യമില്ല, സ്വാഭാവികം. മുറിയിലേക്ക് കയറ്റും മുന്നേ ഹാരി അവിടെ ഛർദ്ദിക്കുന്നതിനെ തുടർന്ന് ക്ലീൻ ചെയ്യാൻ മുറിനെ വിളിച്ചിട്ട് പോകുമ്പോൾ ഒട്ടും വൈകാതെ തന്നെ എത്തുന്ന അവർ പുതിയ കുട്ടികളുടെ ഓരോ കഷ്ടപ്പാടുകളെ പറ്റി സിമ്പതി പ്രകടിപ്പിക്കുന്നത് കണ്ട് ലൂക്ക് ഇതെല്ലാം നിങ്ങളുടെ വെറും പ്രഹസനം മാത്രമല്ലേ എന്ന് ചോദ്യം ചെയ്ത് അടക്കുന്നു. എന്നാൽ മൊറീന് അവിടെയുള്ള എല്ലാവരോടും ഒരു അനുകമ്പയുണ്ടെന്ന് അവൾ തെളിയിക്കുന്നത് ലൂക്ക് അവരെ അവിടുന്ന് തൊട്ടടുത്തുള്ള ഒരു ഐസ് മെഷീൻ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തുമ്പോൾ. കാരണം അവിടെ ക്യാമറയുടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് എന്ന് മാത്രമല്ല പറയുന്ന വോയിസുകളും കേൾക്കാൻ കഴിയില്ല. മെഷീൻ വൃത്തിയാക്കുന്ന പോലെ പുറമേ നിന്നവർ ലൂക്കിനോട് സത്യസന്ധതയോടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നിയന്ത്രിക്കുന്നവരുടെ ശക്തി നമുക്ക് വിചാരിക്കാൻ കഴിയുന്നതിന് മേലെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. മൊറീന് ഇങ്ങനെ തുടച്ചു നടക്കുന്നതല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ലൂക്കിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ മൊറീൻ സമ്മതിക്കുന്നത് അവരുടെ സാഹചര്യം അങ്ങനെയാണ്, തുനിഞ്ഞിറങ്ങാൻ കഴിയില്ല, ജോലി ചെയ്ത് കുടുംബത്തെ നോക്കേണ്ടതുണ്ട്. ഒന്നും നിന്നിട്ട് ലോക്ക് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു അവൻ്റെ പേരെന്ന്. ഇത് കേട്ട് മൊറീൻ കുറച്ച് ഇമോഷണൽ ആവുന്നതിന് കാരണം അവൻ ചോദിച്ചത് അവരുടെ മകനെ കുറിച്ചാണ്. TP വെച്ചിട്ട് ലൂക്ക് മനസ്സിലാക്കിയതായിരിക്കണം മൊറീൻ്റെ നഷ്ടപ്പെട്ടു പോയ മകൻ ജേക്കബിനെ കുറിച്ചുള്ള സംസാരം വരുമ്പോൾ അതുപോലെയാണ് താനും ഇവിടെയുള്ള മറ്റു കുട്ടികളും എന്ന് പറഞ്ഞ ലൂക്ക് അവരെ ഒന്ന് ബൂസ്റ്റാക്കാൻ നോക്കുന്നതിലും പ്രയോജനമില്ല. അങ്ങനെ അന്ന് രാത്രി ഒരു വലിയ സംഭവം നടക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന ലൂക്കിൻ്റെ മൈൻഡിൽ എന്തൊക്കെയോ ഒരു തോന്നൽ. പുതുതായി വന്ന ഹാരിയുടെ റൂമിൽ ആ ഇരട്ട സഹോദരിമാർ ചേർന്ന് ഇഴഞ്ഞു നിൽക്കുന്ന അവനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നതും പിന്നാലെ അവൻ സമനില തെറ്റി അവിടെ കിടക്കുന്ന ഡമ്പലെടുത്ത് ഗ്രറ്റയുടെ തലയടിച്ച് പൊട്ടിക്കുന്നതും.
ലൂക്ക് ഞെട്ടിണീറ്റ് എന്തോ വല്ലായ്മ വന്ന് ഗാർഡ്സിനെ വിളിച്ചുകൊണ്ട് ഹാരിയുടെ റൂമിലേക്ക് പോയി മുട്ടി നിൽക്കെ ടോണി ഒരു സെക്യൂരിറ്റിയുമായി പാഞ്ഞെത്തുന്നു. ലൂക്ക് നിന്നുകൊണ്ട് ഇതിനകത്തെന്തോ പ്രശ്നം നടക്കുന്നു എന്ന് പറയുമ്പോൾ അവന് തൊട്ടു മുന്നേ തോന്നിയ അതേ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടഞ്ഞു നിന്ന ഹാരി ഡംബലെടുത്ത് അടിക്കുന്നതും ഇവർ കഥ അൺലോക്ക് ചെയ്യുന്നതും ഒരുമിച്ച്. അപ്പോൾ ലൂക്കിന് ഇവിടെ എത്തിയതിനു ശേഷം ഇപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, നടക്കാൻ പോണ സംഭവങ്ങൾ വരെ അറിയാനുള്ള അപൂർവ നൈപുണ്യം ലഭിച്ചിരിക്കുകയാണ്. അതൊരു അത്ഭുതം തന്നെ. എന്തായാലും ഈ ഒരു സംഭവത്തോടെ മാനസികമായി ഡൗൺ ആയിരിക്കുന്ന ലൂക്ക്, നിക്കി, ഏവറി, ജോർജ് എന്നിവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം 6B എത്തി പറയുന്നത് ഹാരിയിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ സൈഡ് എഫക്ട്സ് ആണ് കഴിഞ്ഞ രാത്രി സംഭവിച്ചതെന്നും നല്ല കാര്യം അവർ 3 പേരും ഓക്കെയാണ്, ഭേദമായി വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടെ ജോലിയെ, ദൗത്യത്തെ ബാധിക്കാൻ പോണില്ലെന്നും ഒരു കുട്ടി വയലന്റ് ആയതും മറ്റു കുട്ടി മരിച്ചു പോകുന്നതിന് തൊട്ടടുത്ത് വരെ എത്തിയതും കൊണ്ട് ഇതിന്റെ പ്രാധാന്യം ഒട്ടും കുറയാൻ പോണില്ലെന്നും അറിയിച്ചിട്ട് പോകുന്നു. ഇടയ്ക്ക് ജോർജ് അവരെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നെങ്കിലും 6Bയുടെ റിപ്ലൈ അതിന് സാധ്യമല്ലെന്നും. ലൂക്ക് ഏവിയറുടെ ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഹാരിയുടെ റൂമിനടുത്തായാണ് ടോണിയും ഗാർഡ്സും ഒക്കെ നിൽപ്പുള്ള റൂമുണ്ടായിരുന്നത്. എന്നിട്ടും അവർ ഈ ശബ്ദമൊന്നും കേട്ട് കൃത്യസമയത്ത് പ്രവർത്തിച്ചില്ലല്ലോ എന്ന് ആ ഐസ് മെഷീനടുത്ത് നിന്ന് സംസാരിക്കവേ ടോണി പ്രത്യക്ഷപ്പെടുന്നു. ഏവറി ലൂക്ക് ചെയ്തത് എന്തായാലും നല്ല കാര്യമെന്ന് പറഞ്ഞു നിൽക്കെ ലൂക്ക് ഒരു കാര്യം ചോദിക്കുമ്പോഴാണ് അയാൾ എത്തുന്നത്. നിനക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിൽ വരുമോ എന്നതിന് ഏവറിയുടെ മറുപടി അങ്ങനെയൊന്നും ഇതേവരെ ഉണ്ടായിട്ടില്ലെന്ന്. ഈ ക്ഷണത്തിൽ ടോണി എത്തി ലൂക്കിനെ കൊണ്ടുപോകുന്നത് ഏവറി പറഞ്ഞ പോലെ ഇതോടെ TP പവർ ലൂക്കിനുണ്ടോ എന്നുള്ള ശക്തമായ സംശയം അവർക്കുണ്ടായി കാണും. ഇത് കൺഫേം ചെയ്യാനായി ഒരു പ്രത്യേക ടെസ്റ്റിന് വേണ്ടിയാണ് അവനെ ഹെൻഡ്രിക്സിനടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ ഇത് മനസ്സിലാക്കി തന്നെ ബാക്ക് ഹാഫിലേക്ക് വിട്ടാൽ മുമ്പ് കണ്ട ആ കാട് പിടിച്ച ഗ്രൗണ്ട് എന്താണെന്ന് പോയി നോക്കാമെന്ന് ലൂക്ക് പറയുമ്പോൾ, എന്നാൽ ആ ഹാഫിലുള്ള സെക്യൂരിറ്റിയും സുരക്ഷയെക്കുറിച്ചൊന്നും കലീഷ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ടെസ്റ്റിംഗ് റൂമിലെത്തിച്ച് ടോണി ലൂക്കിനോടായി ഇവിടെ സാധാരണമായി നടത്തുന്ന ടെസ്റ്റുകൾ കൂടാതെ ചില പ്രത്യേക ടെസ്റ്റുകൾ നടത്താറുണ്ട്, ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടി, അതായത് സത്യം പറയാത്ത ആളുകൾക്ക് വേണ്ടി. നീ സത്യം പറയുന്നവനാണോ ലൂക്ക് എന്ന് ചോദ്യം ചെയ്യുമ്പോൾ അതെ എന്നവനും. ലൂക്കിന് TP ഡെവലപ്പ് ആയതും അതവൻ മറച്ചു വയ്ക്കുന്നു എന്നുള്ള ശക്തമായ സംശയം ഇവരിൽ ഉണ്ടായിട്ടുണ്ടെന്ന് സാരം. ടെലികൈനസിസ് ഉണ്ടായിരുന്ന ലൂക്കിന് TP പവർ ഡെവലപ്പ് ആയതിൻ്റെ സംശയം എന്നെപ്പോലെ തന്നെ നിങ്ങളെ ചിലർക്കും തോന്നിയിട്ടുണ്ടാകും. അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിലാണ് ഡോക്ടർ ഹെൻഡ്രിക്സ് ലൂക്കിനോട് ഇവിടെ വെച്ച് പറയുന്നത്. കഴിവുകൾ റിലേറ്റഡ് ആണ്. ഒരു കഴിവുണ്ടെങ്കിൽ മറ്റു കഴിവുകൾ ഉണർത്തിയെടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. അതേപ്പറ്റി തെളിയിച്ചൊരു സംഘത്തിലെ ഒരുവനുമാണ് താനെന്ന് ഡോക്ടർ പറയുന്നെങ്കിലും ലൂക്കിന് ഞാനെങ്ങനെ TP ആകാനാണ്, ചിലപ്പോൾ എന്നിൽ ആ കഴിവില്ലായിരിക്കും എന്നൊക്കെ പറയുന്നെങ്കിലും അവൻ ചെന്ന് അവസാനിക്കുന്നത് അവിടെ മറ്റൊരു ടോർച്ചർ ടെസ്റ്റിലും. ഒരു വാക്വം ചേംബറിലായി നിർത്തി ഹെൻഡ്രിക്സ് ഇപ്പോൾ ചിന്തിക്കുന്ന വസ്തുവിനെക്കുറിച്ച് ആഖ്യാനിക്കാൻ പറയുമ്പോൾ അറിയില്ല എന്നവനും. പിന്നാലെ ആ ചേംബറിനുള്ള വായു വലിച്ചെടുക്കുന്നതും അവൻ ശ്വാസം മുട്ടി വെപ്രാളപ്പെടുന്നു. ഇങ്ങനെ പലതവണ നടക്കുന്നതിലും അവൻ അവൻ്റെ രഹസ്യം പറയാതെ തന്നെ സോളിഡായി നിൽക്കുന്നതിന് കാരണം അവനറിയാം ഇവരൊന്നും എന്തായാലും തന്നെ കൊല്ലാൻ പോണില്ലെന്ന്. ഹെൻഡ്രിക്സ് ഒടുവിൽ ഫലം കാണാതെ ഇത് മതിയാക്കി ലൂക്കിനെ തിരിച്ചുവിടുന്നു. അങ്ങനെ ഈ അദ്ദേഹത്തിന്റെ അവസാനത്തോടടുക്കുമ്പോൾ ലൂക്കിനെ തിരിച്ചുവിട്ട് സ്റ്റോർ റൂമിലെ സ്ഥിരം റൂട്ടീനെത്തുന്ന ഡോക്ടറെ കാത്തു നിൽക്കുന്ന 6B പരിപാടി തുടങ്ങും മുമ്പ് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുന്നു. രഹസ്യമായി എക്സ്പെരിമെന്റുകൾ നടത്തുന്നതിനെ ചൂണ്ടുമ്പോൾ ആദ്യം ഡോക്ടർ ഒന്ന് എതിർക്കാൻ ശ്രമം നടത്തുന്നതിലും സ്റ്റാക്ക് ഹൗസിന് നിർബന്ധമാണെന്ന് പിന്നങ്ങ് സമ്മതിക്കേണ്ടി വരുവാണ്. ഇവിടെ നടത്തരുതെന്ന് വിലക്കുള്ള പ്രീകോഗ് ആണോ ലൂക്കിനെ വെച്ച് നടപ്പാക്കാൻ നോക്കുന്നതെന്ന് 6B ചോദിക്കുമ്പോൾ നമുക്ക് PC എന്നതിൻ്റെ ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. പ്രീകോഗ്, അതാണപ്പോൾ PC എന്ന് പറയുന്നത്. ഭാവിയിൽ നടക്കാൻ പോകുന്നതേക്കുറിച്ചുള്ള അറിവിനെയാണ് പ്രീകോഗ്നിഷൻ എന്ന് പറയുന്നത്. സോ ഇത് തെളിയിക്കുന്ന ഒരു കാര്യം, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും മുമ്പ് ഹെൻഡ്രിക്സ് സൂചിപ്പിച്ച പോലെ ഇതുപോലുള്ള മറ്റ് സൗകര്യങ്ങളിലും എതിരാളികളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റി അവരെ കൊണ്ട് അക്രമങ്ങൾ കാട്ടുക മാത്രമല്ല ചെയ്യാൻ കെൽപ്പുള്ളത്, അവരുടെ നീക്കങ്ങൾ ചൂടുവയ്ക്കും മുന്നേ തന്നെ അറിഞ്ഞ് തയ്യാറാവാൻ വേണ്ടിയിട്ടുകൂടാണ്. ഇതുവഴി രാഷ്ട്രീയവും സർക്കാരിനെയും ഒക്കെ വരുതിലാക്കിയാൽ ലോകം തന്നെ നിയന്ത്രിക്കാൻ ഇവരെ കൊണ്ട് കഴിയും. എന്തായാലും സ്റ്റോർ റൂമിലേക്ക് തിരികെ ചെല്ലുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് പ്രവർത്തിക്കാൻ തുടങ്ങിയ ദേഷ്യം പ്രകടിപ്പിച്ചിട്ട് 6B തൽക്കാലം ഈ സംഭാഷണം നടന്നത് സ്റ്റാക്ക് ഹൗസിനെ അറിയിക്കേണ്ടെന്നും ലൂക്കിനുടൻ ബാക്ക് ഹാഫിലേക്ക് മാറ്റാനും ഉത്തരവിടുന്നു. എന്നാൽ ഹെൻഡ്രിക്സ് തന്നെ എതിർക്കുന്നതിന് കാരണം ലൂക്കിൽ TP ഡെവലപ്പ് ആയോ എന്നത് ഇനിയും കൺഫേം ആയിട്ടില്ല. വാക്വം ചേംബറിൽ 7 തവണയാണ് അവനെ ശ്വാസം മുടിച്ച് നിർത്തിയത്. എന്നിട്ടും ഒരു സൂചനയും ലഭിച്ചില്ല. ടെലിപ്പതിക്ക് ആവാത്തവനെ ആ ഹം റൂമിൽ എത്തിച്ചാൽ അവൻ്റെ മൈൻഡിന് തന്നെ അത് ഹാനികരമാകുമെന്ന് ഹെൻഡ്രിക്സ് ഉറപ്പിക്കുന്നു. റിക്കവറി റൂമാണ് അയാൾ ഉദ്ദേശിച്ചത്. എന്നാൽ 6Bക്ക് അവൻ്റെ കള്ളത്തരം നല്ലോണം മനസ്സിലായി എന്ന പോലെ ഇതെല്ലാം അവൻ ഫ്രണ്ട് ഹാഫിൽ തുടരാൻ കളിക്കുന്ന കളിയാണെന്നും TP ഡെവലപ്പ് ആയതിനെ കുറിച്ചിട്ട് മറയ്ക്കുന്നതാണെന്നും എന്തായാലും പറഞ്ഞ പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് പോകുന്നു. എന്തൊക്കെയായാലും 6Bക്ക് കൂടെ നിന്ന് തരികിടപ്പണി കാണിച്ചതിൻ്റെ അരിശം കുറച്ചൊന്നുമല്ല. ആ ദേഷ്യത്തിൽ ഇടയ്ക്ക് വെച്ച് ഡോക്ടറെ പിടിച്ച് തെള്ളുന്നുമുണ്ട്. അങ്ങനെ സ്റ്റാക്ക് ഹൗസിനോട് സാധാരണ പോലെ ഇടപഴകാനും പറഞ്ഞ് ഇനി ലൂക്കിൻ്റെ TP പ്രൂവ് ചെയ്യാനുള്ള വഴിയെപ്പറ്റി ആലോചിച്ചുകൊണ്ടും 6B പോകുന്നു. ശ്വാസം മുട്ടിച്ച് വീക്കായ ലൂക്കിനെ മുറിയൻ റൂമിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ അവിടെ കാത്തിരിപ്പുള്ള ഏവറി ലൂക്കിനെ കിടത്തിയിട്ട് നല്ലവണ്ണം റെസ്റ്റ് എടുക്കുന്നു, എനിക്ക് ഇനിയും ജോലി കിടക്കുവാണെന്നും പറഞ്ഞു പോകാൻ നിൽക്കുന്ന അവരുടെ മനസ്സിലുള്ള ചില ശകലങ്ങൾ ഏവറിക്ക് ചൂഴ്ന്നെടുക്കാൻ കഴിയുന്നു. മൊറീൻ ഇത് മനസ്സിലാക്കി വല്ലാണ്ട് ഇറങ്ങി പോകുന്നതിന് പിറകെ ഏവറി ലൂക്കിനോടായി ഉറങ്ങിപ്പോരെന്ന് പറഞ്ഞിട്ട് പറയുന്നതോ, ആ റിക്കവറി റൂമിനുള്ളിൽ എന്താ നടക്കുന്നത് എനിക്ക് മനസ്സിലായി, ഞാൻ അവരുടെ മൈൻഡിൽ കണ്ടു ലൂക്ക് എന്നും. മൊറീൻ ആ റൂമിലേക്ക് സ്ട്രെച്ചറിൽ കിടത്തി കുട്ടികളെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഗ്ലിംസ് കാണിച്ചപ്പോൾ മിക്കവാറും അതിനകത്ത് നടക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും ആവാം.
ഓപ്പണിംഗ് ക്രെഡിറ്റ്സിൽ ഒരു റൂമിലായി കുറെ കുട്ടികളെ കിടത്തി തലയിലായി VR ഡിവൈസ് പോലെ എന്തോ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണത്. ഒരുപക്ഷെ ഇങ്ങനെ ഇതുവഴിയായിരിക്കാം മറ്റുള്ളവരുടെ റിയാലിറ്റിയിലേക്ക് കടന്ന് അവരുടെ മൈൻഡിലേക്ക് കയറിപ്പറ്റി നിയന്ത്രിക്കുന്നുണ്ടാവുക, മുമ്പ് പൈലറ്റിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്തത്. എന്തായാലും ഓപ്പണിംഗിലെ ഈ സീക്വൻസ് ഡ്രീം ബോക്സിൻ്റെതാണെന്ന് നമുക്ക് ഈ എപ്പിസോഡിലൂടെ മനസ്സിലായി. നിർണായകമായി പല കാര്യങ്ങളും ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ തിയറി? അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായി നമുക്ക് കാണാം. See you, take care, lovelies.